നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ ഇപ്പൊ പറഞ്ഞ എന്റെ ആ കുഴപ്പം മാറ്റാൻ എനിക്ക് അവളെ വിവാഹം കഴിക്കണമെന്നൊന്നുമില്ല. നീ അന്ന് കണ്ടതല്ലേ എന്നോടൊപ്പം ഇറങ്ങി വരാൻ അവൾ തയ്യാറായി നിന്നത്. ഞാൻ കൂടെ കൊണ്ടുവരാത്തതിന്റെ കാരണം എന്താ? എനിക്കറിയാം അവളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 3-ന്റെ അന്ന് ഒരു ഒത്തുതീർപ്പിന് സേതുമാധവൻ എന്റെ മുന്നിലേക്ക് വരുമെന്ന്. എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. അതെ, ആതിര അവളുടെ ഒരു അഭിപ്രായം പറഞ്ഞതിന് എല്ലാരും കൂടി ഇങ്ങനെ അവളെ വഴക്കുറേണ്ട കാര്യമുണ്ടോ? ആലോചിച്ച് ഒരു തീരുമാനം എടുത്താ പോരെ? ആലോചിച്ച് ഞങ്ങളെടുത്ത തീരുമാനം തന്നെ അവന്തിക്ക് ഇവിടെ വെച്ച് നടത്താമെന്ന്. ഇപ്പൊ ഇവിളീ പറയുന്നതേ വാശിപ്പുറത്താ. കുഞ്ഞിനെ അധികം യാത്ര ചെയ്യിക്കരുതെന്നും വയ്യായിക വന്നാൽ വേഗം ആശുപത്രിയിൽ എത്തിക്കണമെന്നും നിന്നോട് കൂടിയല്ലേ ഡോക്ടർ പറഞ്ഞത്. നിന്റെ വാശി സമ്മതിച്ച് അവസാനം എന്തെങ്കിലും സംഭവിച്ചാൽ നീ എന്ത് ചെയ്യും? എല്ലാം സമ്മതിച്ചു. കുഞ്ഞു നിന്റെയാ. തീരുമാനങ്ങൾ എടുക്കേണ്ടതും നീ തന്നെയാ എന്ന് കരുതി ആവശ്യമില്ലാത്ത വാശി എന്തിനാ? നീയും അർച്ചനയും തമ്മിൽ വഴക്കാവുന്നതും പിണങ്ങിയിരിക്കുന്നതൊക്കെ അത് നിങ്ങളുടെ കാര്യമാണ്. അതിനുവേണ്ടി ഇവിടെ ഉള്ളവരെ മുഴുവൻ നീ വിഷമിപ്പിക്കരുത്. പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. നിങ്ങളുടെ വഴക്കും പണക്കവും ഞങ്ങൾക്ക് ശീലമുണ്ട്. എന്നാ ഇവിടെ ഉള്ളവർക്ക് അങ്ങനെയല്ല. നീയും അർച്ചനയും ഇവിടുത്തെ മരുമക്കളാ. ഈ കുടുംബത്തിന്റെ സന്തോഷവും തകർച്ചയെല്ലാം നിങ്ങളുടെ സ്വഭാവത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. വയ്യാത്ത ഇദ്ദേഹത്തെ ഓർത്തെങ്കിലും നീയായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. നൂലുകെട്ട് ചടങ്ങ് ഇവിടെ വെച്ച് തന്നെ നടത്തണമെന്ന് ഞങ്ങളുടെ തീരുമാനമാണ്. അതങ്ങനെ തന്നെ നടക്കണം. അതെ, ഇവൾ എന്ത് പറഞ്ഞാലും ഇവിടെ ആരും അത് കാര്യമാക്കി എടുക്കണ്ട. ഇവളുടെ അഹങ്കാരമൊക്കെ കുറച്ച് കുറയട്ടെ. നമ്മൾ തീരുമാനിച്ചതുപോലെ തന്നെ എല്ലാം നടക്കും. നടക്കണം. ഇനി ഇതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട. എല്ലാം നമ്മൾ തീരുമാനിച്ചതുപോലെ തന്നെ. അതിരെ ഇനി ഇതിന്റെ പേരിൽ നീ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ഇവിടെ കുഞ്ഞിന്റെ നൂലുകെട്ട് നടക്കുന്നു എന്നൊക്കെ അറിഞ്ഞു. അതെ, കുഞ്ഞുങ്ങളാവുമ്പോ നൂല് കെട്ടണം. അത് ഈ ലോകത്ത് ആദ്യത്തെ സംഭവമൊന്നുമല്ലല്ലോ. എന്റെ കുഞ്ഞിന് നൂല് കെട്ടേണ്ടത് ഞാനല്ലേ മാഡം? എനിക്കതിന് വല്ലാത്ത ആഗ്രഹമുണ്ട്. എങ്കിലൊരു കാര്യം ചെയ്, കുറച്ച് നൂല് വാങ്ങി അവിടെയുള്ള തന്റെ കുഞ്ഞിന്റെ അരയിൽ കെട്ടിക്കൊടുക്ക്. എന്നിട്ടും തനിക്ക് കൊതി തീർന്നില്ലെങ്കിൽ ബാക്കിയുള്ളത് താനും കെട്ടി തന്റെ ഭാര്യയ്ക്കും കെട്ടിക്കൊടുക്ക്. ചുമ്മാ ഈ ലോകത്തില്ലാത്ത സെന്റിമെന്റ്സും കൊണ്ട് വന്നേക്കുന്നു. ഇവിടെ ഉള്ള എന്റെ മോക്ക് ഞാൻ തന്നെ നൂല് കെട്ടും. അതാരും അറിയാതെ ഞാൻ ചെയ്തോളാം. തനിക്കെന്താ വയ്യേ? ആരും അറിയാതെ നൂല് കെട്ടി കൊടുക്കാൻ പോലും. ദേ, ഇമാതിരി മണ്ടത്തരം പറയാതെ പോവാൻ നോക്ക്. എന്റെ കയ്യിലുള്ളത് ഇവിടത്തെ കുഞ്ഞാ. ആ ദിവസം തന്നെ അതിനും ചടങ്ങുകൾ നടത്തണ്ടേ? അതിനെനിക്ക് കുറച്ച് പണം വേണം. നൂല് വാങ്ങാൻ 5-10 രൂപയാകൂ. അതും ഇല്ലേ തന്റെ കയ്യില്? ഇല്ലെങ്കി ഇവിടെ നൂല് വാങ്ങുമ്പോ അതിന്ന് മുറിച്ചു തരാം. അതെങ്ങനെ ശരിയാവും മേഡം? ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ വരുമ്പോ അവര് ചോദിക്കില്ലേ ഓരോന്നും? ചടങ്ങായി തന്നെ എല്ലാം നടത്തണം. അതിന് കുറച്ച് പണം തന്നേ പറ്റൂ. ഷെടാ, ഒരു ഉപകാരം ചെയ്തതിന് ചില്ലറ ബുദ്ധിമുട്ടൊന്നും അല്ലല്ലോ തന്നെ കൊണ്ട്. ഒന്നാമത് തന്റെ ഈ മുഖത്തിനും രൂപത്തിനും പഞ്ഞം പറയുന്ന വാക്കുകൾ ചേരുന്നില്ല. അത് കാണുമ്പോ തന്നെ മനുഷ്യന് ദേഷ്യം വരും. ആ, അതുകൊണ്ട് ഇനിയും നിന്ന് തിരിയാതെ താൻ പോ. പണം ഞാൻ എത്തിച്ചു തന്നോളാം.
മതി, ധാരാളം മതി. ഉം. ഓക്കെ, വലിയ ഉപകാരം. ഓ അതെ, ശിവേണ്ണ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് പണം ചോദിക്കുന്നത്? നിങ്ങളത് കൊടുക്കുന്നുണ്ടല്ലോ. നിങ്ങൾ തമ്മിൽ എന്താ ഇടപാട്? എന്തിടപാട്? അയാൾ അയാളുടെ കുഞ്ഞിന്റെ ആവശ്യത്തിന് എന്നോട് കടം ചോദിക്കുന്നു. പാവം കരുതി ഞാനത് കൊടുക്കുന്നു. എല്ലാത്തിലും സംശയം ഉണ്ടാവുന്ന നിനക്ക് ഇതിലും സംശയം ഉണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. ഇനി അയാൾ പണം ചോദിച്ചു വരുമ്പോ ഞാൻ നിന്റെ അടുത്തേക്ക് വിടാം. നീ കൊടുത്താ മതിന്നേ. ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഒളിഞ്ഞു നിന്ന് കേട്ടോണം. മനസ്സിലാവുന്നില്ല നിന്റെ ഉദ്ദേശങ്ങളെ, നമ്മുടെ മുന്നോട്ടുള്ള പോക്കിനെ. നന്ദന്റെ ഭാര്യയായി ഞാനും എന്റെ കെയർ ഓഫിൽ നീയും അവിടെ നുഴഞ്ഞു കയറിയതിന് ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, ആ കുടുംബത്തെ തകർക്കുക. എണ്ണം പറഞ്ഞ് അവിടെയുള്ള ഓരോന്നിനെയും തീർത്തിട്ട് മറ്റെവിടേക്കെങ്കിലും പോവുക. എന്നിട്ടിപ്പോ നീ എന്താ ചെയ്തോണ്ടിരിക്കുന്നെ? ഒരു താലിയും കൊണ്ട് നടക്കുന്നു. ഇനി ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോവാണെങ്കിൽ വലിയ പ്രശ്നമാവും അത്. എന്തു പ്രശ്നം? ഇനി എന്തു പ്രശ്നം അവിടെ വരാനുള്ളത്? നീ നേരത്തെ പറഞ്ഞ ലക്ഷ്യങ്ങളുമായി എത്ര വർഷമായിട്ട് നീ അവിടെ ജീവിക്കുന്നു? നിന്നെ കൊണ്ട് എന്തിനെങ്കിലും കഴിഞ്ഞോ? അതുകൊണ്ടാണോ നീ സ്നേഹയുടെ പുറകെ നടക്കുന്നത്? നിന്റെ കുഴപ്പമെന്താന്ന് എനിക്കറിയാം. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. നീ ഇപ്പൊ പറഞ്ഞ എന്റെ ആ കുഴപ്പം മാറ്റാൻ എനിക്ക് അവളെ വിവാഹം കഴിക്കണമെന്നൊന്നുമില്ല. നീ അന്ന് കണ്ടതല്ലേ എന്നോടൊപ്പം ഇറങ്ങി വരാൻ അവൾ തയ്യാറായി നിന്നത്. ഞാൻ കൂടെ കൊണ്ടുവരാത്തതിന്റെ കാരണം എന്താ? എനിക്കറിയാം അവളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 3-ന്റെ അന്ന് ഒരു ഒത്തുതീർപ്പിന് സേതുമാധവൻ എന്റെ മുന്നിലേക്ക് വരുമെന്ന്. എന്നിട്ടും ഞാനത് ചെയ്യാത്തത് നേരത്തെ നീ പറഞ്ഞ നമ്മൾ തീരുമാനിച്ച ലക്ഷ്യങ്ങൾ എന്റെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെയാ. ഇത് നീ ഇത്രയും വർഷം അവിടെ നിന്ന് ചെയ്തതുപോലെയല്ല. എന്റെ ഉദ്ദേശവും വഴിയും വേറെയാ. ചതി, സ്നേഹത്തിലൂടെയുള്ള നല്ല ഒന്നാം തരം ചതി. മരുമകളായി നിന്ന് പക മനസ്സിൽ കൊണ്ടു നടക്കുന്ന അവന്തികയുടെ ചതിയല്ല ഇത്. മനസ്സ് തുറന്ന് ഹൃദയം കൊടുത്തുകൊണ്ടുള്ള ചതി. ചിലപ്പോ കുറച്ച് ദിവസങ്ങളോ മാസങ്ങളോ കൂടുതലെടുത്താലും നെല്ലിശ്ശേരിയെ ആട്ടപ്പടലം തകർക്കാൻ എന്റെ ഈ സ്നേഹത്തിന് കഴിയും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.